നല്ല കുറച്ച് പഴുത്ത മാങ്ങ കിട്ടി. മാങ്ങ ഷുഗറാണെന്ന് പറഞ്ഞ് അധികം കഴിക്കാറില്ല. അതിനെ എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനെ നമുക്ക് കുറച്ച് സ്ക്വാഷ് ആക്കാൻ. ആ മാങ്ങ കഴുകി തോലെല്ലാം ചെത്തി നല്ല ക്ലീനാക്കി വെച്ച്, നല്ല പഴുത്ത മാങ്ങ, കേടുള്ളതൊന്നും എടുക്കരുത്, നല്ല കേടില്ലാത്തത് മാത്രം കഴുകി അങ്ങനെ എടുത്തു. അതിനെ അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞു. അത് പല മാങ്ങ ഉണ്ട്, 2-3 ടൈപ്പ് മാങ്ങ, അതാ 2-3 കളർ. നല്ല പഴുത്ത മാങ്ങ ചെറുതായിട്ട് അതിനെ അരിഞ്ഞെടുത്തിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനാണ്. അതിനെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് അതിനെ ഒന്ന് അരച്ചുകൊണ്ട് വന്ന് നല്ല പൾപ്പാക്കാം. ഒരു പാത്രം വെച്ച് എണ്ണയൊന്നും വേണ്ട, പാത്രം വെച്ച് ഈ പൾപ്പിനെ അതിനകത്തോട്ടൊന്ന് വെള്ളം പറ്റിക്കാൻ. ആ മാങ്ങ മുഴുവൻ അരച്ചത്, നാരൊന്നുമില്ല, നാരുണ്ടെങ്കിൽ വേണമെങ്കിൽ അരിക്കുകയൊന്നും വേണ്ട. അത് മുഴുവൻ നല്ലതായിട്ട് ഇളക്കി കുറേ ഇളക്കണം. ആ വെള്ളം മുഴുവൻ പറ്റണം. കുറേ നേരം ഇളക്കി കാല് വേദന എടുക്കും. അത് നമ്മൾ ഇളക്ക് നിർത്തിയാൽ അത് പൊട്ടിത്തെറിക്കും. നമ്മൾ ഈ ചക്കയലുവൊക്കെ ഉണ്ടാക്കുമ്പോൾ കാണത്തില്ല, ഇതുപോലെ ഇത് പൊട്ടിത്തെറിച്ച് തലയിലും മുഖത്തും ദേഹത്തും കാലയിലും എല്ലാം വീഴും. ഇളക്ക് നിർത്തിയാൽ ഇവൻ പൊട്ടും. അപ്പോൾ അവനെ പൊട്ടിക്കാതിരിക്കണമെങ്കിൽ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇളക്കി നിർത്തിയാൽ മുഖത്തും കണ്ണിലും ഒക്കെ തെറിക്കും. അത് ഡേഞ്ചറാണ്. അത് കുറച്ച് പറ്റി കഴിയുമ്പോൾ ഒരു 4 സ്പൂൺ പഞ്ചസാര. മാങ്ങയ്ക്ക് നല്ല മധുരമുള്ളതാണ്. ഞാൻ അതുകൊണ്ട് അര സ്പൂൺ എടുക്കുന്നുള്ളൂ. നല്ല മധുരമുള്ള മാങ്ങ വേണ്ട, അധികം പഞ്ചസാര വേണ്ട. ആ പഞ്ചസാര ഇട്ട് ഒന്നുകൂടെ അതിനെ ഇളക്കി വെള്ളം പറ്റിക്കണം. ആ പഞ്ചസാരയുടെ വെള്ളവും പറ്റണം. ഒരു മെൽറ്റ് അത് ബാലൻസ് ചെയ്യാൻ കുറച്ചൊരു ഉപ്പ്, ഒരു പിഞ്ചുപ്പ്, ആ മധുരം അത് ബാലൻസ് ചെയ്യാൻ. അതും വെച്ച് ഇവനെ ഇളക്കി കുറേ ഒരു അരമണിക്കൂറിന് മേലെ. എന്നിട്ട് ഒരു 3 നാരങ്ങ, നല്ലൊരു 3 നാരങ്ങ പിഴിഞ്ഞ്, അതാ പ്രിസർവേറ്റീവ്സാണ്, കേടാകാതിരിക്കാനായിട്ട് 3 നാരങ്ങ പിഴിഞ്ഞ് അതിനകത്തോട്ട് ഒഴിക്കുക. ആ നാരങ്ങ ഒഴുക്കിയിട്ട് പിന്നെ ഇളക്കാം. 3 നാരങ്ങ വേണം. അത്രയും മാങ്ങയ്ക്ക് ഒരു 8 മാങ്ങയ്ക്ക് ചെറുതാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 5 മാങ്ങയ്ക്ക് 1 നാരങ്ങ വെച്ച്. ഞാൻ ചെറിയ മാങ്ങയും വലിയ മാങ്ങ എല്ലാം കൂടെ എടുത്ത് അതിനെ പറ്റിച്ച് ഓഫ് ചെയ്ത് കണ്ട് വെച്ച് ഇങ്ങനെ ആക്കി തണുക്കുമ്പോൾ നമുക്കൊരു കുപ്പിക്കകത്ത് എടുത്ത് വെക്കാം. നല്ലതായിട്ട് തണുത്ത് കഴിയുമ്പോൾ കുപ്പിക്കകത്ത് എടുത്ത് വെച്ചിട്ട്